പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മൂന്നാമതും വരാനുള്ള സാധ്യത ഏറെയുണ്ട്. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ ബിജെപിയുടെ നേതൃത്വത്തിൽ വന്നതിൽ പിന്നീട് വലിയൊരു മാറ്റം ഇന്ന് കേരളത്തിൽ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. എന്തേ പറഞ്ഞു ഒന്നുകൂടി കേൾക്കാം. ഉണ്ട്. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ ബിജെപിയുടെ നേതൃത്വത്തിൽ വന്നതിൽ പിന്നീട് വലിയൊരു മാറ്റം ഇന്ന് കേരളത്തിൽ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. എന്തേ പറഞ്ഞത്? രാജീവ് ചന്ദ്രശേഖർ. ആരാണ് രാജീവ് ചന്ദ്രശേഖർ? ബിജെപിയുടെ കേരളത്തിൻ്റെ അധ്യക്ഷനാണ്. അദ്ദേഹത്തിൻ്റെ ശ്രമം വല്ലാതെ നടക്കുന്നുണ്ട്. എന്തിന്? പിണറായിയെ മൂന്നാമതും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കാൻ. നമുക്കറിയില്ല, തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് അവിടെ ജയിപ്പിച്ചത് ആരാന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവരുടെ കൂട്ടത്തിലുള്ള CPIൻ്റെ അവിടുത്തെ സ്ഥാനാർത്ഥി തന്നെ അത് തുറന്നു പറഞ്ഞു ചെയ്ത് എന്നെ തോൽപ്പിക്കാനുള്ള കാരണക്കാർ ആരൊക്കെയാണെന്നുള്ളത്, എൻ്റെ വോട്ട് മാറ്റിയത് മറിച്ചതും ആരൊക്കെയാണെന്നുള്ളത് CPIൻ്റെ സ്ഥാനാർത്ഥി തന്നെ തുറന്നു പറഞ്ഞതും കേരളം കണ്ടതാണ്. അപ്പോൾ ഇനിയും BJPയും അതുപോലെ തന്നെ CPMഉം അതുപോലെ തന്നെ നമ്മുടെ വെള്ളാപ്പള്ളിയും ഒക്കെ ഇവിടെ മതധ്രുവീകരണം നടത്തിയിട്ടെങ്കിലും മൂന്നാമതും പിണറായി വിജയനെ ഈ പ്രാവശ്യം ഭരണത്തിലേറ്റുകയും അടുത്ത പ്രാവശ്യം BJP ഒരു പ്രതിപക്ഷ പാർട്ടിയായിട്ട് രൂപാന്തരപ്പെടാനുള്ള നല്ല പണികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വെള്ളാപ്പള്ളിയുടെ വായിൽ നിന്ന് വന്നത് കേരളം കേട്ടു എന്നുള്ളതാണ്.